ഹേ ഗൈസ്, ഞാൻ പിന്നെ വന്നു. ഈ ഫുട്ബോൾ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടുള്ള ഫ്രീ എപ്പിക് സെലക്ഷൻ കോൺട്രാക്ട് നമുക്ക് ഈ ആഴ്ച അൺലോക്ക് ആയി കിട്ടുകയാണ്. ഇതിനു മുമ്പ് നമുക്കൊരു ഫ്രീ ട്രയലിൽ ഒരു എപ്പിക് എടുക്കാൻ പറ്റിയിരുന്നു. സോ അതിൽ കിട്ടിയ പ്ലെയർ തന്നെ വീണ്ടും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ജസ്റ്റ് കിഡിങ് ഗൈസ്. നമുക്ക് ഇതിൽ മൊത്തം 11 പ്ലേയേഴ്സാണ് വരുന്നത്. എല്ലാ പ്ലേയേഴ്സിനും ഡീറ്റെയിൽസും അവരുടെ പ്ലേയിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനെ വീഡിയോയിലേക്ക് പോകല്ലേ? സോ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ പ്ലേയേഴ്സിനെ പൊസിഷൻ വൈസ് ഒന്ന് സോർട്ട് ചെയ്യാം. കാരണം ഈ പാക്കിലെ ബെസ്റ്റ് പ്ലെയർ അല്ല, മറിച്ച് നിങ്ങളുടെ സ്ക്വാഡിലേക്ക് സൂട്ടബിൾ ആയിട്ടുള്ള പ്ലെയറെ ചൂസ് ചെയ്യാനാണ് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് പൊസിഷനിലേക്ക് ഇടാം. അപ്പോൾ നമുക്ക് ഏറ്റവും അവസാനത്തിൽ തന്നെ തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഗോൾ കീപ്പർ ആയിട്ടുള്ള ഡേവിഡ് സീമൻ. ഇതൊരു ഡിഫെൻസീവ് ഗോൾ കീപ്പറാണ്. GK സ്പിരിറ്റ് റോളാണ് സ്പെഷ്യൽ സ്കില്ലായിട്ട് വരുന്നത്. ഇൻ ഗെയിമിൽ അത്യാവശ്യം നല്ല ഡീറ്റെയിലിങ്ങും ഹൈറ്റും ഉള്ളൊരു കാർഡാണ് ഡേവിഡ് സീമൻ. അതിനനുസരിച്ചുള്ള ഒരു പേറ്റും ഗോൾ കീപ്പർക്ക് വേണ്ടുന്ന അത്യാവശ്യം സ്റ്റാറ്റ്സും ഈ ഒരു കാർഡിന് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഒരാഴ്ചത്തെ പെർഫോമൻസ് നിങ്ങൾ നോക്കണ്ട, കാരണം മുമ്പ് വന്നിട്ടുള്ള സിംഗിൾ ബൂസ്റ്റർ കാർഡ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. സാറ്റിസ്ഫൈങ് റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ സ്ക്വാഡിലേക്ക് ഒരു എപ്പിക് ഗോൾ കീപ്പർ ലാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു കാർഡ് ചൂസ് ചെയ്യുക. ഫ്രീ ട്രയൽ കിട്ടിയവരാണെങ്കിൽ ഒരിക്കലും മാറ്റി നിർത്തരുത്. തീർച്ചയായും സ്ക്വാഡിലായിട്ട് കളിപ്പിച്ച് നോക്കുക, കാരണം വേർത്തി ആയിട്ടുള്ള ഒരു കാർഡാണ്. അടുത്തതായിട്ട് ഈ പാക്കിൽ ഡിഫൻഡേഴ്സ് ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിനെ നോക്കാം. ആദ്യം തന്നെ ഫ്രാങ്ക് റൈക്കാർഡിൻ്റെ ഈ ഒരു ഡെസ്ട്രോയർ കാർഡ്. ഇത് ആക്ച്വലി ഒരു മിഡ്ഫീൽഡറിനേക്കാൾ കൂടുതൽ ഞാൻ ഒരു CB ആയിട്ട് കളിപ്പിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം അത്യാവശ്യം നല്ല അപ്പിയറൻസും കാര്യങ്ങളും ഈ ഒരു കാർഡിന് വരുന്നുണ്ട്. പോരാത്തതിന് ഫോർട്രസ് സ്കില്ലും കൂടി വരുന്നുണ്ട്. സോ ഇൻ്റർസെപ്ഷനൊക്കെ പക്കയാണ്. പിന്നെ ഒരു ആങ്കർമാൻ്റെ കൂടെ പെയർ ചെയ്യുകയാണെങ്കിൽ നല്ല സോളിഡ് ഡിഫൻസും കിട്ടും ഈ ഒരു കാർഡിൻ്റെ ഭാഗത്തു നിന്ന്. അത്യാവശ്യം വരുന്ന പാസിങ് സ്കിൽസൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു മിഡ്ഫീൽഡർ തന്നെയാണ്. ക്രിയേറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ അത്രത്തോളം അറ്റാക്കിങ്ങിലേക്ക് വലിയ കോൺട്രിബ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ഡിഫൻസ് സോളിഡ് ആയിരിക്കും. സോ ട്രൈ നോക്കാം. അടുത്തത് ഒരു ആങ്കർമാനാണ് മാർക്ക് വാൻ ബോമൻ. മുമ്പേ ഒരു ഓർക്കസ്ട്രേറ്റർ കാർഡ് വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിന് ചെറിയൊരു ഓർക്കസ്ട്രേറ്ററിൻ്റെ ആ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ചൊവ്വ ഈ ഒരു കാർഡിന് വരുന്നുണ്ട്. ലോങ് റേഞ്ച് ടാക്കിളാണ് സ്കില്ല് വരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് ടാക്ലിംഗ് ഒക്കെ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഇടിച്ചു കുത്തിയിട്ട് ബോൾ വിൻ ചെയ്യുന്ന അങ്ങനെ ഒരു ആങ്കർമാനായിട്ട് ഈ ഒരു കാർഡിനെ കൺസിഡർ ചെയ്ത്, പിന്നെ അത്ര വലിയ അപ്പിയറൻസ് ഒന്നും അല്ലെങ്കിലും ഒട്ടും മോശമല്ല ഈ ഒരു കാർഡിന്. നമ്മളെ ഡാനിയൽ ഡി റോസിനൊക്കെ ആ ഒരു സിമിലർ ആയിട്ടുള്ള ബിൽഡ് തന്നെയാണ് ഈ ഒരു കാർഡിന് കൊടുത്തിട്ടുള്ളത്. സോ കിട്ടിയവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കിട്ടാത്തവർ റൈക്കാർഡിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ ഈ ഒരു കാർഡിലേക്ക് പോകണ്ടെന്നേ ഞാൻ പറയുള്ളൂ. അടുത്തത് പോൾ സ്കോൾസിൻ്റെ ഈ ഒരു LMF കാർഡാണ്. ബോക്സ് ടു ബോക്സ് ആണ് പ്ലേയിങ് സ്റ്റൈലിൽ വരുന്നത്. ഒരു LMFനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത്ര വലിയ സ്പീഡൊന്നും ഈ ഒരു കാർഡിന് കൊടുത്തിട്ടില്ല. പക്ഷേ ഒരു AMF ആയിട്ടോ അല്ലെങ്കിൽ CMF ആയിട്ടൊക്കെ കളിപ്പിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പീഡും ഫ്ലെക്സിബിളും ആണ് ഈ ഒരു കാർഡ്. പിന്നെ സ്പെഷ്യൽ സ്കില്ലായിട്ട് ലോ സ്ക്രീമറും കൂടി വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫിനിഷിങ് സൈഡും ഈ ഒരു കാർഡിൻ്റെ ഭാഗത്തു നിന്ന് പക്കയായിട്ട് കിട്ടുന്നുണ്ട്. ഫോമൊക്കെ പക്കയാണ്. പിന്നെ ഈ ഒരു കാർഡ് നിങ്ങൾ കുറച്ചും കൂടി അറ്റാക്ക് ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ആങ്കർമാൻ്റെ കൂടെ പെയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ AMFൽ നൾ സ്റ്റൈലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈഡിലേക്കാണ് വേണ്ടത് തീരുമാനിച്ചിട്ട് ആ ഒരു പ്ലേയിങ് സ്റ്റൈലിൽ കളിപ്പിക്കാം. CMF ആണ് ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക. കാരണം ഒരു പ്രോപ്പർ ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത് സ്കോളസും ജെറാർഡും മെത്താസും ഒക്കെയാണ്. സോ ട്രൈ നോക്കാം. അടുത്തത് ഷിൻജി ഓനോ. ഈ ഒരു കാർഡിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, കാരണം ഒരു ഹോട്ട് പ്ലെയർ ആണ്. അതിൻ്റെ കൂടെ അറ്റാക്കിംഗ് സർജ് എന്നുള്ള ഒരു സ്കില്ലും കൂടി ഈ ഒരു കാർഡിന് വരുന്നുണ്ട്. ആകെ 102 സംതിങ് റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം വേണ്ട സ്കിൽസ് എല്ലാം ഈ ഒരു കാർഡിന് കൊടുത്തിട്ടുണ്ട്. ലോങ് റേഞ്ച് ഷൂട്ടിംഗ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ബേസിക്കലി ഒരു കാർഡ് കൊണായ്മ നമ്മൾ പറ്റിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഒരു സെലക്ഷൻ കോൺട്രാക്ട് വെച്ചെടുക്കാൻ മാത്രം വേർത്തല്ല ഈ ഒരു പാക്ക് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് ഫ്രീ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും കളിപ്പിച്ച് നോക്കുക. അത്യാവശ്യം നല്ലൊരു പ്ലേയിങ് സ്റ്റൈലാണ് വരുന്നത്. ആൾ അത്യാവശ്യം സ്മൂത്താണ്. പിന്നെ കിക്കിംഗ് പവർ കുറവെന്നുള്ളത് നോക്കണ്ട, അത്യാവശ്യം ചവിട്ടി കയറ്റുന്നുണ്ട്. അടുത്തത് റൂയി കോസ്റ്റൻ്റെ ഈ ഒരു ക്ലാസിക് നമ്പർ 10. ഈ ഒരു പ്ലേയിങ് സ്റ്റൈല് എത്രത്തോളം ആൾക്കാർ കളിപ്പിക്കണമെന്നുണ്ടെന്ന് എനിക്കറിയില്ല. പല എക്സെപ്ഷണൽ ആയിട്ടുള്ള കാർഡുകൾ വരുമ്പോൾ മാത്രമേ ഈ ഒരു പ്ലേയിങ് സ്റ്റൈൽ ആൾക്കാർ മൈൻഡ് ചെയ്യുന്നുള്ളൂ. അത്യാവശ്യം വേണ്ടുന്ന സ്കിൽസും സ്റ്റാറ്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫിനിഷിങ്ങും കൺവേർഷൻ റേറ്റൊക്കെ ഈ ഒരു കാർഡിന് വരുന്നുമുണ്ട്. പക്ഷേ ഈ ഒരു കാർഡ് എല്ലാവർക്കും ധൈര്യമായിട്ട് അങ്ങ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ക്ലാസിക് നമ്പർ 10 എല്ലാവർക്കും അങ്ങനെ സ്യൂട്ട് ആകുന്ന ഒരു പ്ലേയിങ് സ്റ്റൈലില്ല. അത്യാവശ്യം ബോൾ ഹോൾഡ് ചെയ്ത് 1-2 പാസൊക്കെ ചെയ്ത് ബിൽഡപ്പ് ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ ഞാൻ ഈ കാർഡ് റെക്കമെൻഡ് ചെയ്യുള്ളൂ. സോ ഒരു മോശം പിക്കല്ല, എന്നാൽ എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ നിരാശപ്പെടാനും ചാൻസ് ഉണ്ട്. അടുത്തത് ഡെനിസ് ബെർഗ്കാമിൻ്റെ ഈ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ കാർഡ്. ഈ ഒരു കാർഡിനെ കുറിച്ച്
പറയുകയാണെങ്കിൽ ഒരുപാട് തവണ ഫ്രീ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെക്കാമിൻ്റെ കാർഡ്. പക്ഷേ ഈ ഒരു കാർഡ് വരുന്ന സമയത്ത് നമുക്ക് മൊമെൻറ്റം ഡ്രിബിളിംഗ് ആണ് സ്കില്ല് വരുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് ആ ഒരു സ്കില്ലിൻ്റെ ഗുണവും ആ ഒരു പ്ലെയറിൻ്റെ കാർഡിൻ്റെ ഡീറ്റെയിലിങ്ങിൻ്റെ ഗുണവും നമുക്ക് കിട്ടുന്നുണ്ട്. ഫിനിഷിംഗ് സൈഡ് അത്ര പോരാ, കൺവേർഷൻ റേറ്റ് ഒക്കെ കുറച്ച് കുറവാണ്. കിക്കിംഗ് പവറും അത്രത്തോളം ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും കിട്ടിയവരാണെങ്കിൽ കളിപ്പിച്ച് നോക്കുക. അല്ലാതെ ഈ ഒരു കാർഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് വലിയ റീസൺ ഒന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ ഇഷ്ടമുള്ളത് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് മാർക്കോ റിയോസിൻ്റെ ഈ ഒരു പ്രൊലിഫിക് വിങ്ങർ കാർഡാണ്. ആക്ച്വലി ഈ ഒരു കാർഡിന് ഒരു പ്രൊലിഫിക് വിങ്ങർക്ക് വേണ്ടുന്ന സ്റ്റാറ്റ്സും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പോരാതെ തന്നെ ഫെനോമൻ പാസ്സാണ് കൊടുത്തത്. അത് ആക്ച്വലി നല്ലൊരു കാര്യം തന്നെയാണ്. അത്യാവശ്യം പാസിംഗ് ഉള്ള ഒരു വിങ്ങർ നമ്മുടെ ഗെയിമിൽ കുറവ് തന്നെയാണ്. എന്നാലും ഈ ഒരു കാർഡ് വേർത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു കാർഡ് അർഹിക്കുന്ന ഒരു സ്റ്റാറ്റ്സ് ഈ ഒരു കാർഡിന് കൊടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇൻ ഗെയിം പെർഫോമൻസ് നല്ലതാണ്. സോ ഈ ഒരു പ്ലെയറോട് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഈ ഒരു പ്ലെയറിൻ്റെ ഫാനാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ഒരു കാർഡിലേക്ക് പോയിക്കോളും. പക്ഷേ ബാക്കിയുള്ള കാർഡ്സും കൂടി കൺസിഡർ ചെയ്യുക. അല്ലാണ്ട് ഒരു സെലക്ഷൻ കോൺട്രാക്ട് എടുത്ത് വെറുതെ വേസ്റ്റ് ചെയ്യേണ്ടതെന്നേ ഞാൻ പറയുള്ളൂ. ബെറ്റർ കാർഡ്സ് വരികയാണെങ്കിൽ പേ ടു വിൻ കാർഡ്സ് വരുമ്പോൾ അതെടുക്കാം. എന്നാലും അത്യാവശ്യം പെർഫോമൻസ് തന്നൊരു കാർഡ് തന്നെയാണ് മാർക്കോ റിയോസിൻ്റെ ഈ ഒരു കാർഡ്. അടുത്തത് ഡാനിയൽ മസാരൻ്റെ ഈ ഒരു ബോക്സ് ആൻഡ് ബോക്സ് കാർഡ്. അത്യാവശ്യം ഡ്രിബ്ലിംഗ് കേപ്പബിലിറ്റി ഉള്ള അല്ലെങ്കിൽ അത്യാവശ്യം യൂസബിൾ ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ബോക്സ് ആൻഡ് ബോക്സ്. അതാണ് മസാരോൻ്റെ ഈ ഒരു കാർഡ് വിത്ത് ഫെനോമൻ ഫിനിഷിംഗ് സ്കില്ല്. ഞാൻ നേരത്തെ ഇൻസാഗിയുടെ ബാക്കിൽ വന്ന ഈ ഒരു പ്ലെയറിൻ്റെ ഒരു ഡബിൾ ബൂസ്റ്റർ കാർഡാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലും ആ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഈ ഒരു കാർഡ് അത്യാവശ്യം ബെറ്റർ തന്നെയായിരിക്കും. പക്ഷേ ബാക്കിയുള്ള കാർഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഈ ഒരു കാർഡ് എടുക്കണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു പ്ലെയറിനെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബാക്കിയുള്ള പ്ലേയേഴ്സിലേക്ക് നോക്കാം. അടുത്തത് ഈ ഒരു പാക്കിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കിടക്കുന്ന F2P കാർഡ്സിൽ ഫൈനൽ ബോസ് സെർജിയോ അഗ്യൂറോൻ്റെ ഗോൾഡ് പൗച്ചർ കാർഡ് വിത്ത് ലോ സ്ക്രീമർ ആൻഡ് ബ്ലിറ്റ്സ് കേളർ. ഒരു ഫ്രീ ടു പ്ലേ കാർഡ് കൊണാമി ഇത്രയും ഹൈപ്പ് വെച്ച് ഇത്രയും സ്റ്റാറ്റ്സും സ്കിൽസും വാരിക്കോരി കൊടുത്തിട്ട് ഒരു കാർഡ്, അതും F2Pക്ക് കൊടുക്കാനായിട്ട് മാത്രമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു കാർഡ് ഇറക്കുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ബാരിസ്റ്റൂട്ട, ഫോർലാൻ, അങ്ങനെ ഒരുപാട് നല്ല നല്ല സ്ട്രൈക്കേഴ്സിന് കൊടുത്ത കൊണാമി ഒരു F2P ബീസ്റ്റിന് തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഈസി ആയിട്ട് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡാണ് അഗ്യൂറോൻ്റെ ഈ ഒരു കാർഡ്. സോ ട്രൈ ചെയ്ത് നോക്കാം. അവസാനമായിട്ട് നമ്മുടെ വെയിൻ റൂണിയുടെ ഡീപ് ലൈൻ ഫോർവേഡ് കാർഡ്. ആ ഒരു പ്ലെയിൻ സ്റ്റൈൽ കൊണ്ട് മാത്രമാണ് പലരും ഈ ഒരു കാർഡിനെ പറ്റിയെന്ന് അവോയ്ഡ് ചെയ്യുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സും പോരാത്തതിന് ഫെനോമൻ ഫിനിഷിങ്ങും വിൽ പവറും നല്ല കിഡിലൻ 2 പേ ടു വിൻ സ്കിൽസാണ് ഈ ഒരു കാർഡിന് കൊടുത്തിട്ടുള്ളത്. കളിപ്പിക്കുന്ന സമയത്ത് ആൾ അത്രത്തോളം ഫ്ലെക്സിബിൾ അല്ല, മാത്രമല്ല അത്രത്തോളം അഗ്രസീവായിട്ടുള്ള റണ്ണും പുള്ളിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ബാക്കിലോട്ട് ഡ്രോപ്പ് ചെയ്ത് കളി ബിൽഡപ്പ് ചെയ്യാനാണ് ആൾ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ആ ഒരു ഡീപ് ലൈൻ പ്ലേയിങ് സ്റ്റൈൽ മനസ്സിലാകാത്തവർ ഈ ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നിരാശപ്പെടേണ്ടി വരും. പിന്നെ SS കളിപ്പിക്കുന്നതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. സോ ഇതൊക്കെ മൈൻഡിൽ വെച്ചിട്ട് മാത്രം ഈ ഒരു കാർഡ് സെലക്ട് ചെയ്യാം. സോ ഓവറോൾ ഈ ഒരു പാക്കിനെ കുറിച്ചുള്ള എൻ്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ കഴിഞ്ഞ തവണ വന്നിട്ടുള്ള നമ്മുടെ ഫോർലാൻ കന്നവാരം ഒക്കെ വന്നിട്ടുള്ള പാക്കിൻ്റെ 7 അയലത്ത് വെക്കാൻ ഈ ഒരു പാക്കില്ല. കാരണം അതിൽ നമുക്ക് ആരെ എടുക്കേണ്ടതെന്നുള്ളത് അത്രയും കൺഫ്യൂഷൻ ആയിരുന്നു. ഈ ഒരു പാക്കിൽ പറയുന്ന സമയത്ത് ഒരു 3-4 സോൾഡ് ആയിട്ടുള്ള പിക്ക് ഉണ്ടാവും. ബാക്കിയൊക്കെ റാൻഡം ആയിട്ട് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ കളയാം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ്. മാത്രമല്ല ഇതൊന്നും നേരത്തെ വന്നിട്ടുള്ള പെയ്ഡ് കാർഡ്സ് അല്ല, ഇതിനു വേണ്ടി ഈ ഒരു പാക്കിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാർഡ്സാണ്. സോ ആ രീതിക്കുള്ള ഒരു സ്റ്റാറ്റ്സും പെർഫോമൻസും മാത്രമേ ഈ ഒരു കാർഡിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. സോ നിങ്ങളുടെ സ്ക്വാഡിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്ലെയറെയോ നിങ്ങൾക്ക് ഈ ഒരു പാക്കിൽ നിന്ന് ചൂസ് ചെയ്യാം. അല്ലാത്ത പക്ഷം ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ പൊസിഷൻ ബേസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു പൊസിഷനിലേക്ക് വേണ്ടുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സിനെ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യാം. ഈ ഒരു പാക്കിലെ ബെസ്റ്റ് പ്ലെയറാണ് നിങ്ങൾ സൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു റാങ്കിങ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഈ ഒരു പാക്കിനെ കുറിച്ച് പറയാനുള്ളത്. സോ നിങ്ങൾ ആരെയാണ് സൈൻ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഫ്രീ ട്രയൽ ആരാണ് കിട്ടിയെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ആ പ്ലേയേഴ്സിനെ കുറിച്ചുള്ള നിങ്ങൾ കളിപ്പിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പിന്നെ പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.